കേരളത്തിലെ ഇസ്ലാമിക ഭീകരതയെ നേരിട്ട് പ്രതിരോധിക്കാൻ NSG വരുന്നു. സംസ്ഥാനത്ത് ഈ വർഷം അവസാനത്തോടെ NSG ക്യാമ്പ് സ്ഥാപിക്കും. കേരളത്തിൽ വൻ വർഗീയ കലാപങ്ങൾക്ക് ഇസ്ലാമിക് ശക്തികൾ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രസേന നേരിട്ടെത്തുന്നത്. ഇന്ത്യ 2047 എന്ന പദ്ധതിയിലൂടെ PFI ലക്ഷ്യമിടുന്നത് ഇസ്ലാമിക രാഷ്ട്രം. കേരളം കേന്ദ്രീകരിച്ച് ഇതിനായുള്ള ആസൂത്രണം നടക്കുന്നു. ലക്ഷദ്വീപും വടക്കൻ കേരളവും സമീപകാലത്ത് തന്നെ ഇസ്ലാമിക ദേശമാക്കി മാറ്റുകയും ഇതിലൂടെ മുഴുവൻ രാജ്യത്തെയും ഇസ്ലാമികവൽക്കരിക്കുകയുമാണ് ലക്ഷ്യം. ആഗോള ഭീകരശക്തികൾ കേരളത്തിൽ വേരുറപ്പിക്കുന്ന സാഹചര്യത്തിൽ NSG ക്യാമ്പ് ഇവിടെ അനിവാര്യമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആശുപത്രി തുടങ്ങുന്നത് എപ്പോഴാണ്? രോഗികളുടെ എണ്ണം കൂടുമ്പോഴാണ്. അതുകൊണ്ട് NSG യൂണിറ്റ് വരുന്നു എന്ന് വെച്ചാൽ തീവ്രവാദ പ്രവർത്തനം വർദ്ധിച്ചു എന്നാണ് അർത്ഥം. തീവ്രവാദത്തിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് കേരളം പ്രവർത്തിക്കുന്നു എന്നുള്ളത്. കേരളത്തിൽ ബോംബൊന്നും പൊട്ടുന്നില്ലായിരിക്കാം, കാരണം ഹെഡ് ക്വാർട്ടേഴ്സിൽ ആരും ബോംബ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ബോംബ് പൊട്ടിക്കില്ലല്ലോ, അത് വേറെ സ്ഥലത്ത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതി തുറന്നു കാട്ടുന്നതാണ് അടുത്തിടെ വന്ന മുംബൈ ഹൈക്കോടതി വിധിയെന്ന് TG മോഹൻദാസ് ഓർമ്മപ്പെടുത്തി. 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ള പ്രോജക്റ്റ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രോജക്റ്റാണ്. അത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് പൂനെയിൽ അറസ്റ്റിലായ 3 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിശദമായ ഒരു വിധി എഴുതി. അതിൽ ഈ 2047 ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ള പ്രോജക്റ്റ് വിശദമായിട്ട് തന്നെ കോടതി ചർച്ച ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ തള്ളുമ്പോൾ എഴുതുന്ന വരികളല്ല ബോംബെ ഹൈക്കോടതി അതിൽ എഴുതിയിരിക്കുന്നത്. ഇവരുടെ ഓപ്പറേഷൻസ്, ഇവരുടെ ഇത്ര ആളുണ്ട്, ഇന്ന സംസാരം ഇവർ നടന്നു, അതിന് ഇലക്ട്രോണിക് തെളിവുകളുണ്ട്, അവരുടെ തന്നെ ആൾക്കാരുടെ മൊഴികളുണ്ട്. രാജ്യത്ത് ഏറ്റവുമധികം IS റിക്രൂട്ട്മെന്റ് നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച PFIയുടെ പ്രമുഖ നേതാക്കളെല്ലാം മലയാളികൾ. കൊളംബോ ഭീകരാക്രമണം, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ഗുരുദ്വാര ആക്രമണം തുടങ്ങിയവയിൽ മലയാളി ബന്ധം നേരത്തെ തന്നെ മറനീക്കി പുറത്തു വന്നിരുന്നു. ഇസ്ലാമിക ഭീകരത കേരളത്തിൽ കരുത്താർജിക്കുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായി ഇത്തരം വിഷയങ്ങളെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ജനം, ഡൽഹി.